നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ ശൂന്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് അവിടെയായിരിക്കും നിന്റെ മനസ്സെന്ന്. പ്രിയരെ, മനസ്സിനെ ശൂന്യമാക്കുക, ആത്മശക്തി ഉണർത്തുക, മനുഷ്യൻ്റെ ഏറ്റവും വലിയ യുദ്ധഭൂമി ലോകമല്ല, അത് അവൻ്റെ സ്വന്തം മനസ്സാണ്. പുറത്തെ ശബ്ദങ്ങൾ നമ്മെ തകർക്കുന്നില്ല, അകത്തെ അനന്തമാം ചിന്തകളാണ് നമ്മെ ക്ഷീണിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഭയം സംസാരിക്കുന്നു, കോപം സംസാരിക്കുന്നു, അഹങ്കാരം സംസാരിക്കുന്നു, പഴയ ഓർമ്മകൾ സംസാരിക്കുന്നു, ഭാവിയുടെ ആശങ്കകൾ സംസാരിക്കുന്നു. പക്ഷേ നമ്മുടെ ആത്മാവ് അത് നിശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ സത്യം കേൾക്കാനാവില്ല. അകത്ത് ശബ്ദം നിറഞ്ഞാൽ ദൈവത്തിൻ്റെ സംഗീതം കേൾക്കാനാവില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, മനസ്സ് ശൂന്യമാക്കുക, അപ്പോൾ പ്രപഞ്ചം നിന്നിൽ നിറയും. ഓരോ നിമിഷവും കണ്ണുകൾ അടയ്ക്കൂ, നിന്റെ പേര് മറക്കൂ, പ്രശ്നങ്ങൾ മറക്കൂ, വിജയങ്ങളും പരാജയങ്ങളും എല്ലാം മറക്കൂ. ശ്വാസം മാത്രം ശ്രദ്ധിക്കൂ. അകത്തേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം, അവിടെ ഒരു അത്ഭുത നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയിൽ ഭയമില്ല, മത്സരമില്ല, അസൂയയില്ല, വേദന പോലുമില്ല. അവിടെ ശുദ്ധമായ സാന്നിധ്യം മാത്രമാണുള്ളത്. മനസ്സ് ശൂന്യമാകുമ്പോൾ നമ്മൾ ദുർബലരാകുന്നില്ല, മറിച്ച് അജയ്യരാകുന്നു. കാരണം ശൂന്യതയാണ് സകല സൃഷ്ടികളുടെയും ജന്മസ്ഥലം. ബ്രഹ്മാണ്ഡം ജനിച്ചത് ശൂന്യതയിൽ നിന്നാണ്. സംഗീതം ജനിക്കുന്നത് നിശബ്ദതയിൽ നിന്നാണ്. പ്രകാശം ഉത്ഭവിക്കുന്നത് ഇരുട്ടിൽ നിന്നാണ്. അതുപോലെ നിന്റെ യഥാർത്ഥ ശക്തിയും മനസ്സിൻ്റെ ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് കൂടുതൽ ചിന്തിക്കൂ, കൂടുതൽ സമ്പാദിക്കൂ, കൂടുതൽ ശ്രമിക്കൂ, കൂടുതൽ പരിശ്രമിക്കൂ, ഓടൂ എന്നാണ്. പക്ഷേ ആത്മജ്ഞാനം പഠിപ്പിക്കുന്നത് ഒരു നിമിഷം നിൽക്കൂ, നിശബ്ദനാകൂ, സ്വയം അറിയൂ. മനസ്സിനെ കീഴടക്കിയ മനുഷ്യൻ ലോകത്തെ കീഴടക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ ഇതിനകം സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ഓർമ്മിക്കും, കടൽ എത്ര ആഴമുള്ളതാണോ അത്ര നിശബ്ദമാണ്. അതുപോലെ ആഴമുള്ളതാണ്, അത് അലറുന്നില്ല. അതുപോലെ ആഴമുള്ളതാണ് ആത്മാവ്, അത് അലറുന്നില്ല. അവർ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ കുറച്ച് നിമിഷങ്ങൾ മനസ്സിനെ ശൂന്യമാക്കാൻ പഠിക്കൂ. നിശബ്ദതയെ സ്നേഹിക്കൂ, ശ്വാസത്തെ കേൾക്കൂ, അകത്തെ പ്രകാശത്തെ ഉണർത്തൂ. അപ്പോൾ നീ തിരിച്ചറിയും, നീ ഒരു സഞ്ചരിക്കുന്ന ബ്രഹ്മാണ്ഡമാണ്, നീ ഒരു സഞ്ചരിക്കുന്ന പ്രപഞ്ചമാണ്. ഒരു പുരാതന കഥയുണ്ട്. ഒരു യുവാവ് തൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാനായി ഒരു ഗുരുവിനെ തേടി ഒരു കുന്നിലേക്ക് പോയ കഥ. അനേകം കുന്നുകൾ താണ്ടി അവസാനം ഗുരുവിരിക്കുന്ന കുടിലിനു മുന്നിൽ യുവാവെത്തി. ഗുരു അപ്പോൾ കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു. ഗുരു ഉണർന്ന് നോക്കുമ്പോൾ മുന്നിൽ തൊഴുകൈയോടെ ഒരു യുവാവ് നിൽക്കുന്നു. യുവാവ് ചോദിച്ചു, അല്ലയോ ഗുരു, അങ്ങ് എന്നെ ശിഷ്യനാക്കണം. അപ്പോൾ ഗുരു ചോദിച്ചു, ഞാൻ എന്തിന് നിന്നെ ശിഷ്യനാക്കണം? ഗുരു, എനിക്ക് എൻ്റെ മനസ്സിനെ ശൂന്യമാക്കണം. എനിക്ക് അനന്തമായ ചിന്തകൾ വന്ന് എന്നെ അസ്വസ്ഥനാക്കുന്നു. എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. ഗുരു പറഞ്ഞു, നീ ഒരു വലിയ ബേസിൻ നിറയെ വെള്ളം എടുത്തു കൊണ്ടുവരൂ.
ഒരു ചെറിയ പാത്രത്തിലേക്ക് അത് സ്പർശിക്കാതെ ഒരു തുള്ളി ജലവും നഷ്ടപ്പെടാതെ നിനക്ക് മാറ്റുവാൻ കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയും. യുവാവ് പലവട്ടം ശ്രമിച്ചു. മുന്നിലെ ബേസിനിലെ ജലം താഴത്തെ ചെറിയ കൂജയിലേക്ക് പകരണം. അത് സ്പർശിക്കാതെ ഒരു തുള്ളി ജലവും നഷ്ടപ്പെടാതെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. യുവാവ് ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് കഴിയുന്നില്ല ഗുരു, ഇതെങ്ങനെയാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, ആദ്യമേ നീ നിൻ്റെ മനസ്സിനെ ശൂന്യമാക്കൂ. മനസ്സിലെ ആഗ്രഹങ്ങളെ, മനസ്സിലെ ആകർഷങ്ങളെ, മനസ്സിലെ പ്രലോഭനങ്ങളെ, നീ എന്തിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം എപ്പോഴും. വിശുദ്ധ ബൈബിൾ പറഞ്ഞതുപോലെ എവിടെയാണ് നിൻ്റെ ഹൃദയം ഇരിക്കുന്നത് എന്നത്, നീ എവിടെയാണ് നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ആഗ്രഹം എന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും നിൻ്റെ ചിന്തകളും. അപ്പോൾ നീ നിൻ്റെ ചിന്തകളെ, അനന്തമായ അലസമായ ചിന്തകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ബേസിനിലെ ജലം മുഴുവനും നിൻ്റെ മനസ്സിനെ അനുസരിക്കും, ആ കൂജയിലാക്കുവാൻ കഴിയും. ആശയം മനസ്സിലാക്കിയ യുവാവ് പെട്ടെന്ന് തൻ്റെ മനസ്സിലുള്ള എല്ലാത്തരം ചിന്തകളെയും ഒഴിവാക്കി, മനസ്സിനെ ശൂന്യമാക്കി. എന്നിട്ട് ബേസിനിലെ ജലത്തിലേക്ക് നോക്കി. എന്നിട്ട് ചിന്തിച്ചു, ആ കൂജയിലേക്ക് പകരൂ. ഒരു തുള്ളി ജലവും പുറത്തു പോകാതെ ആ ബേസിനിലെ ജലം ആ ചെറിയ കൂജയിലേക്ക് മാറുന്നത് യുവാവ് അത്ഭുതത്തോടെ നോക്കി നിന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിനെ ശൂന്യമാക്കി ലക്ഷ്യത്തോടെ മുന്നേറണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടാതെ ഷാജി ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ ചാനൽ 10,000-ലധികം ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മെനക്കെടുന്നില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.